ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു വ്ളോഗ് ചെയ്യണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്, അപ്പം മിസ്സാക്കണ്ടെന്ന്. എല്ലാവരും തിരുവോണം അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 3-ാം ഓണമാണ്. നമുക്ക് ഇന്നലെ ഫ്രൈഡേ വർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സാറ്റർഡേ ആഘോഷിക്കാമെന്ന്. നമ്മളിപ്പോൾ ആൽഫിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഈ ഓണം ഭയങ്കര സ്പെഷ്യലാണ്, കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഈ ഓണത്തിനുണ്ട്. അതുകൊണ്ട് ഈ ഓണം എന്തായാലും മിസ്സാക്കാൻ പറ്റത്തില്ല ആഘോഷിക്കാതെ. ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഇനി എടുക്കാൻ പോകുന്ന വീഡിയോസ് മൊത്തം വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് അവിടെ എത്താനായിട്ട്. ഇന്ന് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 മണിക്കുള്ളിൽ നമ്മൾ എന്തായാലും അവിടെ എത്തുന്നത് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇത്ര ദൂരമുള്ള സ്ഥിതിക്ക് നമുക്ക് ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ കേട്ടിട്ട് വന്നാലോ. അപ്പത്തേനും നമ്മൾ എന്തായാലും ഇവിടെ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അതൊരു വികാരം തന്നെയാണ്. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓണക്കോടിയാണ്. എല്ലാ ഓണത്തിനും വീട്ടിൽ നിന്ന് മറക്കാതെ എല്ലാവർക്കും ഓണക്കോടി മേടിച്ച് കൊടുക്കും. അപ്പോൾ അതൊരു നല്ലൊരു മെമ്മറിയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് അങ്ങനെയായിരുന്നു. കോളേജൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് സാരിയായി. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് സാരിയും അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ എടുക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് കോളേജ് സ്കൂൾ ടൈമിൽ ഓണമാണ്. പൂക്കളം ഇടുക, കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ഒത്ത് ഫ്രണ്ട്സൊക്കെ ആയി ടീച്ചേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ഓണമാണ് ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഓണം എന്ന് പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഏറ്റവും നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഈ പച്ചക്കറിയാണ്. അതുകൊണ്ട് സദ്യയോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം അന്ന് ഇത്രയും അധികം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മൊത്തം വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ ഇത് മൊത്തം തിന്നാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ സദ്യ ഒന്നും ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ ഒരു കോളേജൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സദ്യയോട് കുറച്ച് ഇഷ്ടമൊക്കെ വന്നിട്ട് നമുക്കന്ന് ഓണം ഉണ്ടാക്കാം, സദ്യ മീൻസ് എല്ലാ ഐറ്റംസൊക്കെ ഒരുക്കിയിട്ട് സദ്യ ഉണ്ടാക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഇഷ്ടമൊക്കെ തോന്നിയത് ആ ഒരു ടൈമിലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കൊല്ലമൊന്നും നമ്മൾ ഓണം ഉണ്ടാക്കാറില്ല. ഒന്നാമത് അപ്പം നാട്ടിലില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ വളരെ മിനിമലായിട്ടാണ് ഓണം ആഘോഷിക്കാറ്. വളരെ ചുരുക്കം, എനിക്ക് തോന്നുന്നു 10-ൽ താഴെ വട്ടം മാത്രമേ അപ്പം വീട്ടിലുണ്ടായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അമ്മ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അവിടെ എന്തെങ്കിലും വിളിയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ ഈ പൂക്കളം ഇടുന്ന പരിപാടികളൊന്നും നമുക്ക് പണ്ട് മുതലേ ഇല്ല. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഒരു ദിവസത്തിന് വേണ്ടി പൂക്കളം മേടിച്ച് പൂക്കളം ഇട്ട് അങ്ങനെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലക്ഷറിയാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ അതിനവർക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ആ ടൈമിൽ അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ പഠിത്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഓണക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് കമൻറ്റിൽ പറയാം. സദ്യയാണോ, ഓണക്കോടിയാണോ, പൂക്കളമാണോ, എന്താണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് നിങ്ങൾ താഴെ പറയാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പും സംഭവങ്ങളൊക്കെ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ലുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐ മേക്കപ്പ് തന്നെയാണ്. ഞാൻ ഓണം പ്രമാണിച്ചിട്ട് കഴിഞ്ഞ വീക്കിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും അത് കാണാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സമയം വൈകിയതുകൊണ്ട് ഞാൻ പടപടിയെന്ന് പറഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് പോകുവാണ്. ഒരുപാട് വൈകിയില്ല, എന്നാലും കുറച്ച് വൈകി. അതിപ്പോൾ നമ്മൾ എത്ര നേരത്തെ ഒരുങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 10-15 മിനിറ്റ് എങ്ങനെയാണെങ്കിലും ലേറ്റായി പോകും. ഇന്നിപ്പോൾ സാരി ഉടുക്കാനായിട്ട് ഞാൻ കുറച്ച് ടൈം എടുത്തു. എനിക്കങ്ങനെ സാരി ഉടുത്ത് പരിചയമൊന്നുമില്ല. യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച പരിജ്ഞാനം മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ
എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വഴിയിൽ വെച്ച് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഓൾമോസ്റ്റ് ഒരു മണിയല്ല, കൃത്യം 1 മണി തന്നെ ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ. ഇനി എന്തായാലും സമയം കളയാതെ നേരെ സദ്യ കഴിക്കുക. അതിനു മുന്നേ കുറച്ച് ഫോട്ടോസ് എല്ലാവരും കൂടെ നിന്നിട്ട് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓണമായിട്ടുണ്ടെങ്കിൽ 2 ഫോട്ടോ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ ഈ കൊല്ലത്തെ സദ്യ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുവാണ്. സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ ഇപ്രാവശ്യം വീട്ടിലൊന്നും ഒരുക്കിയിട്ടില്ല. നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്തിട്ട് ഞാനും ആൽഫിയും വന്ന സമയത്ത് അത് കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമ്മുടെ കാനഡയിൽ. അപ്പം നമുക്ക് ഓൺ ടൈം ആകുമ്പോൾ സദ്യ അവൈലബിൾ ആണ്. ഇതുപോലെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഡൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ഒരു സംഭവം ചൂസ് ചെയ്തിട്ട് സദ്യ സെറ്റാക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് അറിയാം, കുറച്ചൊക്കെ കറികളും കൂട്ടാനൊക്കെ വെക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത്രമാത്രം സംഭവങ്ങൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് എനിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ ബുദ്ധിപൂർവ്വം ഇതേപോലെ പ്രീ ഓർഡർ ചെയ്തിട്ട് സദ്യ കഴിക്കാമെന്ന തീരുമാനത്തിലെത്തി. അതാവുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ശരിക്കും എന്ത് രസമാണ് ഇല വിരിച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റം ഇങ്ങനെ വിളമ്പുന്ന കാണാനായിട്ട്. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എന്തോ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. നമ്മൾ എന്താ പറയുക, ഉപ്പേരി വെക്കാന്നല്ലേ പറയാം നമ്മൾ ഈ ചിപ്സ് വെക്കുന്ന സംഭവത്തിന്. അത് ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വിളമ്പുന്ന തിരക്കിൽ എടുക്കാൻ വേണ്ടി മറന്നു. നമ്മളത് ശ്രദ്ധിച്ചതുമില്ല. പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് എടുത്തിട്ടില്ല എന്ന്. പിന്നെ എനിക്കിത് വിളമ്പാനുള്ള ഓർഡറും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പേരിയാണ് വെക്കുക, എന്നിട്ടാണ് ബാക്കി ഐറ്റംസ് വെക്കുക എന്നതാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ഓണത്തിന് അത് പഠിക്കാം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ, ഏതാണ് സത്യത്തിലുള്ള ശരിക്കുമുള്ള ഓർഡർ ഏതാണ്, ആദ്യം എന്താണ് ഐറ്റം വിളമ്പുക, എന്താണ് ഓർഡർ ഫോളോ ചെയ്യുന്നത് എന്ന സംഭവങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ഓണത്തിന് നമ്മളത് എന്തായാലും സെറ്റാക്കി ചെയ്യുന്നതായിരിക്കും. പായസം ആൻഡ് പഴം, ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയാണ് പായസം കുടിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ സദ്യ പൊളിച്ചു. എനിക്ക് പേഴ്സണലി പായസത്തിൽ ഏറ്റവും ഇഷ്ടം അടപ്രഥമനാണ്. അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ ഏത് പായസം കുടിച്ചിട്ടുണ്ടെങ്കിലും കിട്ടത്തില്ല. ഇപ്രാവശ്യം അവരെന്തായാലും നമുക്ക് തന്നത് അടപ്രഥമൻ തന്നെയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് തന്നെ ആയിരിക്കണേന്ന്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യത്തെ സദ്യ മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ട്. വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ചു, പായസം കുടിച്ചു. നാട്ടിലാണെങ്കിൽ ഒരു ഉറക്കം അത് നിർബന്ധമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉറങ്ങിയില്ല. കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തണുക്കാൻ തുടങ്ങി. ഇവിടെ ഇപ്പം വിൻ്റർ മാറി ഫാളായിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറുതായി തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോകുവാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഓണം വ്ളോഗായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ഓണം. ഇത് ഇവരുടെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്യാരറ്റുണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അങ്ങനെ കുറച്ചധികം പച്ചക്കറികളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ആ സമയത്ത് കുറച്ച് ക്യാരറ്റും തക്കാളിയും ഒക്കെ കിട്ടി ബോധിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ ഇവർ നമ്മൾക്ക് കുറച്ച് ക്യാരറ്റും ക്യാബേജൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും സമ്മർ കഴിഞ്ഞു പോയി. അടുത്ത സമ്മറിന് നിങ്ങളിപ്പോൾ കാനഡയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നട്ട് നോക്കാം. അത്യാവശ്യം എല്ലാം തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ബീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മണ്ണാണ്. നട്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും പിടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മണ്ണാണ്. നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നാട്ടിലും ഇതേപോലത്തെ പ്ലാന്റിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഗാർഡനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കവിടെ സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. മേ ബി നെക്സ്റ്റ് സമ്മറിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.